നമസ്കാരം. ഏവർക്കും കാർമിക് സൈക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സനീഷ്. നമുക്ക് നമ്മുടെ ജോലിയുടെ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിൻ്റെ ഭാഗമായി പലപ്പോഴും നമുക്ക് മാനസികമായി താല്പര്യമില്ലാത്ത പല തീരുമാനങ്ങളും കൈക്കൊള്ളേണ്ടി വരാറുണ്ട്. നമ്മുടെ ഓർഗനൈസേഷൻ എടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് ആ തീരുമാനം നടപ്പിലാക്കാൻ നാം ബാധ്യസ്ഥരാകാറുണ്ട്. പ്രത്യേകിച്ചും ഹ്യൂമൻ റിസോഴ്സസ്, സൂപ്പർവൈസർ, മാനേജർ തുടങ്ങിയ പൊസിഷനിൽ ഇരിക്കുന്നവർ ആ ബുദ്ധിമുട്ട് വളരെയധികം അനുഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു തീരുമാനം നടപ്പിലാക്കുമ്പോൾ അത് നമ്മുടെ ചുറ്റുമുള്ളവർക്ക്, നമ്മുടെ എംപ്ലോയീസിനെ അല്ലെങ്കിൽ നമ്മുടെ സബോർഡിനേറ്റ്സിനെ വളരെയധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു മാനേജർ അല്ലെങ്കിൽ സൂപ്പർവൈസറായി മാറുന്നത്. എൻ്റെ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്ന് 2018-19 കാലഘട്ടം ഞാൻ എൻ്റെ കമ്പനിയിലെ സദേൺ റീജിയൻ്റെ ഹ്യൂമൻ റിസോഴ്സ് ബിസിനസ് പാർട്ണറായി ജോലി ചെയ്തു വരുന്ന കാലം. കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ ഞങ്ങളുടെ എംപ്ലോയീസിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, അത് മാനേജ്മെൻറ്റിലേക്ക് എത്തിക്കുക, അവരുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻസ് കൊടുക്കുക, അവിടെ റിസൈൻ ചെയ്യാൻ നിൽക്കുന്ന എംപ്ലോയീസിനെ റിട്ടൈൻ ചെയ്യുക തുടങ്ങിയതായിരുന്നു എൻ്റെ ഉത്തരവാദിത്തങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ ചെന്നൈയിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ, അവനെനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ജോയിൻ ചെയ്ത കാലം മുതൽ അവനെന്നും ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. അവൻ നിരന്തരം അവധിയിൽ പ്രവേശിക്കുന്നു, അവൻ്റെ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം. അത് അവൻ്റെ പെർഫോമൻസിനെ, അവൻ്റെ ടാർഗറ്റിനെ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യുന്നു. അവനെതിരെ അവൻ്റെ മാനേജർ, അവൻ്റെ റീജിയണൽ മാനേജർ തുടങ്ങിയവരെല്ലാം കംപ്ലൈൻറ്റ് പറയാൻ തുടങ്ങി. ഞാൻ അവനെ പല വിധത്തിൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴൊക്കെ അവൻ അവൻ്റെ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നോട് സംസാരിച്ചു. എനിക്കത് മനസ്സിലായി. പക്ഷേ എന്നിരുന്നാലും കണ്ടിന്യൂസ് ആയിട്ടുള്ള അവൻ്റെ മാനേജേഴ്സിൻ്റെ ഫീഡ്ബാക്കും മാനേജ്മെൻറ്റിൻ്റെ തീരുമാനവും കാരണം അവനെ ജോലിയിൽ തുടരാൻ അനുവദിക്കേണ്ട എന്നൊരു തീരുമാനത്തിലെത്തുന്നു. അത് നടപ്പിലാക്കേണ്ട ചുമതല ഒരു ഹ്യൂമൻ റിസോഴ്സ് ബിസിനസ് പാർട്ണർ എന്ന രീതിയിൽ എൻ്റേതായിരുന്നു. അങ്ങനെ എനിക്ക് കോയമ്പത്തൂർ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കേണ്ടി വരുന്നു. ആ മീറ്റിംഗ് നടക്കുന്ന ദിവസങ്ങൾ ചെന്നൈയിലിരിക്കുന്ന ഈ പയ്യനോട് കോയമ്പത്തൂർ വന്ന് എന്നെ കാണുവാൻ വേണ്ടി ഞാൻ അവനോട് നിർദ്ദേശിച്ചു. ഞാൻ കോയമ്പത്തൂരിൽ ചെന്നു. 10 മണിക്ക് എൻ്റെ മെയിനായിട്ടുള്ള മീറ്റിംഗ് പരിപാടികളെല്ലാം അവസാനിച്ചതിന് ശേഷം ഞാൻ ഇദ്ദേഹത്തെ ഒരു മീറ്റിംഗ് റൂമിൽ പേഴ്സണലായി മീറ്റ് ചെയ്തു. ആ മീറ്റിംഗ് റൂമിൽ കയറുമ്പോൾ തന്നെ ഇദ്ദേഹം വളരെയധികം നാളുകൾക്ക് ശേഷമാണ് പേഴ്സണലായി എന്നെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു സന്തോഷത്തോടുകൂടി, നല്ല ചിരിയോടുകൂടി എന്നെ വെൽക്കം ചെയ്തു. പക്ഷേ എനിക്ക് കാര്യമായ സന്തോഷമുണ്ടായിരുന്നില്ല. കാരണം ഞാൻ അദ്ദേഹത്തോട് കൺവേ ചെയ്യാൻ പോകുന്ന മെസ്സേജ് എന്നത് ഒരു നെഗറ്റീവ് മെസ്സേജ് ആയിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തോട് ആദ്യം കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ കേട്ടു. വ്യക്തമായി കേട്ടതിന് ശേഷം ഞാൻ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് അദ്ദേഹത്തോട് മെൻഷൻ ചെയ്തു. നമ്മുടെ ഇന്ത്യയിലെ നിയമപ്രകാരം ഒരു വ്യക്തിയെ പെട്ടെന്ന് നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഒരുപാട് നൂലമാലകളുണ്ട്. അപ്പം അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസ് ചെയ്ത് അദ്ദേഹത്തോട് സ്വമേധയാ ആ കമ്പനിയിൽ തുടരാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ ആ മെസ്സേജ് അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. വളരെ സങ്കടത്തോടു കൂടിയാണ് അദ്ദേഹം അത് കേട്ടത്. ആ മെസ്സേജ് കേട്ട് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വളരെ വെങ്ങിപ്പൊട്ടലായിരുന്നു.
കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയുമായി ബന്ധപ്പെട്ട ഒരു പേഴ്സണൽ കാര്യങ്ങളാണ് അദ്ദേഹത്തെ അവധിയിൽ പ്രവേശിക്കാൻ വേണ്ടി നിർബന്ധിതമാക്കിയത്. അദ്ദേഹം അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം ഞാൻ മിണ്ടാതെയിരുന്നു. അതിനുശേഷം ആ മീറ്റിംഗ് റൂമിൻ്റെ മൂലയിൽ വെച്ചിരുന്ന ഒരു ട്രോളി ബാഗ് കാണിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറിനെ കോയമ്പത്തൂരിന് വിളിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്നെ ചെന്നൈയിൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത് കോയമ്പത്തൂർ വർക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങോട്ടുള്ള ബസ് കൂലി മാത്രം എടുത്തിട്ടാണ് വന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വാലറ്റ് ഓപ്പൺ ചെയ്ത് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇനി ഒരു കാശുമില്ല. കാര്യം എൻ്റെ ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരു സാലറിയും കൂടി റിലീസാകും എന്നുള്ള എക്സ്പെക്റ്റേഷൻ്റെ പുറത്താണ് ഞാനിങ്ങോട്ട് വന്നത്. അത് വെച്ച് ഇവിടെ ബാക്കിയുള്ള ദിവസങ്ങൾ നീക്കാം, അതോടൊപ്പം ജോലി ചെയ്യുമ്പോൾ നെക്സ്റ്റ് മന്തിൽ സാലറി വരും, അപ്പോൾ എനിക്ക് സർവൈവ് ചെയ്ത് പോകാം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഞാൻ വന്നത്. പക്ഷേ സാറ് പറഞ്ഞത് നേരെ വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. പക്ഷേ എനിക്ക് അന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ കമ്പനിയുടെ തീരുമാനം നടപ്പിലാക്കിയേ മതിയാവുള്ളൂ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, താങ്കൾ ഇപ്പോൾ സ്വമേധയാ റിസൈൻ ചെയ്യാൻ വേണ്ടി തയ്യാറാകുക, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ മീറ്റിംഗ് റൂമിലെത്തി പുറത്തേക്ക് പോയി. അന്ന് തന്നെ ഞങ്ങളുടേതായ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിലെ ഹ്യൂമൻ റിസോഴ്സ് ടീമുമായിട്ട് എനിക്ക് നല്ലൊരു കണക്ഷനുണ്ട്. അത് വെച്ച് ഞാൻ 1-2 പേരെ കോണ്ടാക്റ്റ് ചെയ്തു. അപ്പോൾ ചെന്നൈയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് 1-2 വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളതായിട്ട് എനിക്കറിയാൻ പറ്റി. ഞാൻ തിരിച്ചു വന്ന് റൂമിൽ കയറി അദ്ദേഹത്തോട് പറഞ്ഞു, നീ പേടിക്കണ്ട, നീ ഒരു കാര്യം ചെയ്യ്, ഞാനിപ്പം നിനക്ക് ഒരു 500 രൂപ തരാം എന്ന് പറഞ്ഞ് എൻ്റെ പേഴ്സിൽ നിന്ന് ഒരു 500 രൂപ എടുത്ത് അവന് കൊടുത്തു. നീ ഇപ്പോൾ തൽക്കാലം നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോക്കോ. ശേഷം ഇന്ന് കമ്പനിയിലെ ഈ ഹ്യൂമൻ റിസോഴ്സ് പേഴ്സണലിനെ പോയി മീറ്റ് ചെയ്തോളൂ. അദ്ദേഹം നിന്നെ ഹെൽപ്പ് ചെയ്യും. നിനക്ക് അടുത്ത കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരവസരം നിനക്ക് അദ്ദേഹം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു. അതവന് വളരെയധികം സന്തോഷം നൽകിയ ഒരു കാര്യമാണ്. ഹ്യൂമൻ റിസോഴ്സസിൽ ഇതിനെ ഔട്ട്പ്ലേസ്മെൻറ്റ് സർവീസ് എന്നാണ് പറയാറ്. ലീഡേഴ്സ് ക്വസ്റ്റ് എന്ന ഗ്ലോബൽ ഓർഗനൈസേഷൻ്റെ സ്ഥാപകയും സോഷ്യൽ ഓൺട്രപ്രണറും ലീഡർഷിപ്പ് എക്സ്പേർട്ടുമായ ലിൻസെ ലെവിൻ അവരുടെ ദ മോറൽ കോമ്പസ് ലീഡർഷിപ്പ് ഫോർ ഫ്രീ വേൾഡ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ലീഡർഷിപ്പ് ഈസ് നോട്ട് എ പവർ ഓർ പൊസിഷൻ, ഇറ്റ്സ് അബൌട്ട് സർവീസസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു ദ വേൾഡ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള പൊസിഷനിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് കഠിനമായ ചില തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടി വരും. പക്ഷേ അത് ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനോടുകൂടി, ഇത്തിരി മനുഷ്യത്വത്തോടുകൂടി നടപ്പിലാക്കാൻ ശ്രമിക്കുക. എല്ലാവരെയും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി. ശുഭദിനം.